കേരളത്തിൽ യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലേറി മാസങ്ങൾ പിന്നിടുമ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഏകപക്ഷീയമായ ഭരണശൈലിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ തർക്കം പുകയുന്നു. ഭരണപരമായ പ്രധാന തീരുമാനങ്ങളിൽ പാർട്ടിക്കിനി യാതൊരു നിയന്ത്രണവുമില്ലെന്ന ആക്ഷേപം ശക്തമാക്കി കെ.സി. വേണുഗോപാലുമായി അടുപ്പമുള്ള ഐ-ഗ്രൂപ്പ് നേതാക്കൾ പരസ്യമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ശേഷാദ്രിനാഥനെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ച സർക്കാർ നടപടിക്കെതിരെ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി പി.എം. നിയാസ് കടുത്ത ഭാഷയിൽ കത്ത് നൽകിയിരുന്നു. ഇതിനു പിന്നാലെ സർക്കാരിന്റെ നയങ്ങളെ ചർച്ച ചെയ്യാൻ അടിയന്തര കെ.പി.സി.സി നേതൃയോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് മറ്റൊരു ജനറൽ സെക്രട്ടറിയായ എം.ആർ. അഭിലാഷും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ കെ.പി.സി.സി നേതൃയോഗം വിളിച്ചു ചേർക്കുമെന്നാണ് ഇന്ദിരാഭവനിൽ നിന്നുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ പരസ്യമായൊരു പടയൊരുക്കത്തിന് ഹൈക്കമാൻഡ് അനുമതി നൽകിയിട്ടില്ലെങ്കിലും സർക്കാരിന്റെ തന്നിഷ്ടപ്പടിക്കുള്ള പോക്കിനെതിരെ പാർട്ടിയുടെ കടുത്ത എതിർപ്പിന്റെ സ്വരം രേഖപ്പെടുത്തുകയാണ് ഈ നീക്കങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രധാന ആക്ഷേപങ്ങൾ ഇവയാണ്: തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം, ദേവസ്വം പ്ലീഡർ നിയമനം എന്നിവയ്ക്ക് മുൻപ് പാർട്ടി ഫോറങ്ങളിൽ ചർച്ച നടത്തിയില്ല. നിയമസഭയിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകാനുള്ള ധനബിൽ നീക്കത്തിലും പാർട്ടിയെ ഇരുട്ടിൽ നിർത്തി. നിയമസഭയിൽ പ്രതിപക്ഷം പോലും ഇതേ വിഷയങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ പാർട്ടി പോലും അറിയാതെയാണ് മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരും ഇത്തരം നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഈ സാഹചര്യത്തിൽ സർക്കാരും പാർട്ടിയും തമ്മിൽ കൃത്യമായ ഏകോപനം ഉറപ്പാക്കാൻ ഉന്നതതല ഏകോപന സമിതി രൂപീകരിക്കണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി ഉയർത്തുന്നത്. അല്ലാത്തപക്ഷം ഗവൺമെന്റിന്റെ പല വീഴ്ചകൾക്കും പാർട്ടി മറുപടി പറയേണ്ടിവരുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അദാനി വിഷയത്തിൽ കടുത്ത നിലപാടുമായി കെ.സി. വേണുഗോപാൽ വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ 49% ഓഹരികൾ വിദേശ കമ്പനിക്ക് കൈമാറാനുള്ള അദാനി ഗ്രൂപ്പിന്റെ നീക്കത്തെ ശക്തമായ ഭാഷയിൽ എതിർത്ത് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ തന്നെ നേരിട്ട് രംഗത്തെത്തിയത് മുഖ്യമന്ത്രി വി.ഡി. സതീശനുള്ള കനത്ത താക്കീതായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി സൂപ്പർ പവറായി പ്രവർത്തിക്കുന്നതുപോലെ കേരളത്തിൽ അദാനിയുടെ കളി നടക്കില്ലെന്ന് വേണുഗോപാൽ തുറന്നടിച്ചു. കേരളത്തിലെ യു.ഡി.എഫ് സർക്കാർ ഒരു കാരണവശാലും അദാനി അനുകൂല നിലപാട് സ്വീകരിക്കരുതെന്ന കർശന നിർദ്ദേശമാണ് ഈ പ്രതികരണത്തിലൂടെ അദ്ദേഹം നൽകിയത്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ മൃദുസമീപനം സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് സ്വന്തം ക്യാമ്പിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വെടിയുതിർന്നിരിക്കുന്നത്. സംഘടന രംഗത്ത് നിശ്ചലാവസ്ഥയെന്ന് ആക്ഷേപം കെ.പി.സി.സിക്ക് ഒരു മുഴുസമയ പ്രസിഡന്റ് ഇല്ലെന്നതാണ് നിലവിൽ സംഘടന നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. മന്ത്രിയെന്ന നിലയിലുള്ള കടുത്ത തിരക്കുകൾക്കിടയിൽ സണ്ണി ജോസഫ് ഇന്ദിരാഭവനിൽ വന്ന് അത്യാവശ്യ ഫയലുകളിൽ ഒപ്പിട്ടുപോകുന്നു എന്നതൊഴിച്ചാൽ കോൺഗ്രസിന്റെ പാർട്ടി സംവിധാനം പൂർണ്ണമായും നിശ്ചലമായ അവസ്ഥയിലാണ്. പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഏകോപനത്തിന് സമിതി ഡീപ്പുണ്ടാക്കാൻ മുൻപ് കെ.പി.സി.സി യോഗം തീരുമാനിച്ചിരുന്നുവെങ്കിലും പുതിയൊരു പ്രസിഡന്റ് വന്നതിനുശേഷം മതി ഇതെന്ന ധാരണയിലായിരുന്നു നേതാക്കൾ. പുതിയ പ്രസിഡന്റിനായുള്ള അണിയറ ആലോചനകൾ അനൌദ്യോഗികമായി തുടങ്ങിയെങ്കിലും ഗ്രൂപ്പ് തർക്കങ്ങൾ കാരണം അത് എങ്ങുമെത്തിയിട്ടില്ല. ഈ തക്കം നോക്കിയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സർക്കാരിൽ പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന കൃത്യമായ സൂചന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി തന്റെ ഭരണനയം പരസ്യമായി പ്രഖ്യാപിച്ചത്. ദൈനംദിന ഭരണകാര്യങ്ങളിൽ ഇന്ദിരാഭവന്റെ അനാവശ്യമായ ഇടപെടലുകൾ അനുവദിക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഈ കടുത്ത നിലപാടാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കെ.പി.സി.സി നേതൃയോഗം ചേരുമ്പോൾ ഈ വിഷയത്തിൽ വലിയൊരു വിസ്ഫോടനം തന്നെ കോൺഗ്രസിലുണ്ടാകുമെന്നുറപ്പാണ്.